ഇന്നത്തെ ദിവസം എൻ്റെ ക്ലാസ്സുകാർക്ക് വളരെ പ്രത്യേകത നിറഞ്ഞൊരു ദിവസമാണ്. പ്രത്യേകത നിറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സീനിയേഴ്സിന് ഫെയർവെൽ കൊടുക്കുന്ന ഡേ ആണെന്ന്. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 9 മണിയോടുകൂടി പരിപാടി തുടങ്ങണമെന്ന് പറഞ്ഞായിരുന്നു. ചെറിയ രീതിയിലൊക്കെ വന്നു. ഇതാണ് ഇൻവിറ്റേഷൻ കാർഡ്. ഇതാണ് നമ്മുടെ ആങ്കേഴ്സ് ഇരിക്കുന്ന സ്പേസ്. അങ്ങനെ നമ്മളുടെ സ്പെഷ്യൽ ഗസ്റ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സ്പെഷ്യൽ ഗസ്റ്റ് മീൻസ് നമ്മുടെ സീനിയേഴ്സ്. അങ്ങനൊരു വെൽക്കം ഡാൻസോട് കൂടി അവരെ നമ്മളെ വെൽക്കം ചെയ്തു. അങ്ങനെ നമ്മുടെ പരിപാടി ഒരു 9:30 കൂടി സ്റ്റാർട്ടായി ഗൈസ്. എല്ലാവരും നല്ല സുന്ദരികളും സുന്ദരന്മാരും ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു ഫെയർവെല്ലൊക്കെ വരുമ്പോഴാണ് നമുക്ക് കോളേജിൽ കളറിടാനൊരു അവസരം കിട്ടുന്നത്. ഇതാണ് നമ്മളുടെ പുറത്തുനിന്നുള്ളൊരു വ്യൂ. അടിപൊളിയായിരുന്നു. നമ്മളുടെ ഡെക്കോറൊക്കെ സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെള്ളം കലക്കുന്ന പരിപാടിയായിരുന്നു നെക്സ്റ്റ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നു. അബിയൊക്കെ ഇതിൻ്റെ മെയിൻ ആളാണ് കേട്ടോ. അപ്പം അവൾ ലേറ്റായിട്ട് വന്നാലും ഭയങ്കര സൂപ്പറായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ അഭിനയിക്കുവാണെന്ന് നിങ്ങൾ വിചാരിക്കരുതേ. ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എന്ത് ചെയ്യാനാ, കഷ്ടപ്പെടുന്ന കുട്ടികൾ. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കലക്കി അവർക്ക് എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് കൊടുത്തു. പിന്നെ ഡാൻസ് പരിപാടികളൊക്കെ തുടങ്ങി. കലാപരിപാടികൾ നമ്മുടെ ജൂനിയേഴ്സിന് തൊട്ടായിരുന്നു തുടങ്ങിയത്. നമ്മുടെ തുള്ളിൽ നമ്മൾ തുടങ്ങി. ഇതൊരു ഫോട്ടോ സെക്ഷനാണ് കേട്ടോ. ഫോട്ടോ സെക്ഷൻ മീൻസ് ഫോട്ടോ എടുക്കാനല്ല, അവർക്ക് അവരുടെ മെമ്മറീസൊക്കെ ഉൾപ്പെടുന്ന ഒരു സ്പേസ് നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഒരു അടിപൊളി വീഡിയോ നമ്മുടെ ക്ലാസ്സിലെ പിള്ളേർ അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഞങ്ങളുടെ കണ്ണ് തന്നെ നിറഞ്ഞു പോയി. അതുപോലെ ഒരു നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു. അവരുടെ ഇമോഷൻസ് നമുക്ക് ഇതിൽ നിന്ന് കാണാം. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഇയർ തൊട്ടുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഓരോരുത്തർക്കും വീതം ഓരോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുള്ളൊരു ഗിഫ്റ്റാണ് നമ്മൾ കൊടുത്തത്. പിന്നെ നമ്മൾ ഓരോ ക്ലാസ്സുകാർക്ക് ടാസ്ക് കൊടുത്തു. സ്റ്റേജിലിടുന്ന ഡയലോഗ് അഭിനയിച്ച് കാണിക്കാനാണ്. കപ്പിൾസായിട്ട് വേണം അഭിനയിക്കാൻ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ആതിരാജിനെ ബോബിനെയാണ് നമ്മൾ പറഞ്ഞ് സെലക്ട് ചെയ്യിപ്പിച്ചാണ്. അതിനുശേഷം അജയനെയും സാന്ദ്രനെയും വിളിക്കുന്നവരെല്ലാം ഓടി രക്ഷപ്പെടാൻ നോക്കും. നമ്മൾ അവരെ വിട്ടുകൊടുക്കുമോ, പിടിച്ച് കെട്ടി സ്റ്റേജിൽ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചു. അങ്ങനെ നമുക്കിനി ബ്രേക്ക് ടൈമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളുടെ റൂംമേറ്റ്സ് എല്ലാം കൂടെ ഒരു ഫോട്ടോ സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ലിപ്സ്റ്റിക് ഇല്ലാത്ത ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് ഒരു ലൈഫില്ലല്ലോ. അപ്പോൾ അശ്വതി ലിപ്സ്റ്റിക്കൊക്കെ ഇടാണ്. അങ്ങനെ നമ്മളുടെ മെയിൻ പരിപാടിയിലേക്ക് കിടന്നു. ഫുഡ് റൈസും ചിക്കനും ആയിരുന്നു നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത്. ബിരിയാണി ഫുഡ് സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. എല്ലാവർക്കും ഓരോ ടീച്ചേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതാ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേരെന്ന് പറഞ്ഞത് ജനസേഴ്സ് ആണ്. ഞങ്ങൾ തന്നെ ഞങ്ങളെ സ്വന്തമായിട്ട് ജനസേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഒരു ചെറിയൊരു പ്രൊമോഷൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ചേച്ചിമാർ അവരുടെ ഫോട്ടോ സെഷൻ ആ ഒരു സ്പേസ് എൻജോയ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സംഭവം അവരെങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നല്ലോ. അങ്ങനെ നമ്മുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡാൻസൊക്കെ എടുത്തു. ഇപ്പം എല്ലാവരും പിരിഞ്ഞു പോയി. എല്ലാവർക്കും നമ്മുടെ പരിപാടിയെ പറ്റി ഭയങ്കര വ്യൂസ് ആയിരുന്നു കേട്ടോ. എനിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ഇത് ഈ കാണുന്നത് നാളെ നമുക്ക് പോസ്റ്റിംഗ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നഴ്സിംഗ് ആണല്ലോ, നമുക്ക് അവിടെ ബ്രേക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ തുള്ളാനൊന്നും അവസരം അങ്ങനെ കിട്ടിയില്ലെങ്കിലും ഞങ്ങളുള്ള സ്പേസിൽ ഞങ്ങൾ തന്നെ എൻജോയ് ചെയ്തു. അബീസിനിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ നമ്മൾ ആ ഹോള് പഴയ രൂപത്തിലേക്കാക്കി. ഈ പരിപാടിയുടെ എല്ലാമായി ബോബി ചേട്ടനാണ് നിൽക്കുന്നത്. അതങ്ങനെ പറയുള്ളൂ. അത് ആ മനസ്സിന്റെ വലിപ്പം. പരിപാടിനെ പറ്റി എന്താ പറയാനുള്ളത്? പറ. പരിപാടി മാസമായിരുന്നു. എത്ര നാളെ ബോബിനി ഉറങ്ങിയില്ലേ? കഷ്ടപ്പെടുന്ന ജനങ്ങൾ. കോളേജിലൊക്കെ പരിപാടി നടന്നിട്ട് കിട്ടി. യെസ്, അതാണ് ഞങ്ങളുടെ പരിപാടി. അതാണ് വി ആർ ജനസേഴ്സ്. നമ്മളാണ് ഈ കോളേജിന്റെ എല്ലാം അല്ലേ. നമ്മൾ പറഞ്ഞു അവര് പറഞ്ഞില്ലെങ്കിലും നമ്മൾ പറയിപ്പിക്കും. യെസ്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോഴാണ് എൻ്റെ പിള്ളേർക്കൊക്കെ ഫോട്ടോ എടുക്കാനൊരു സമയം കിട്ടിയത്. അതെ, എന്താണ് പരിപാടിയെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്?
യെസ് യെസ് അപ്പൊ അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഫെയർവെൽ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ബൈ ബൈ. അങ്ങനെ നമ്മളുടെ ഫെയർവെൽ ഡേ അടിപൊളിയായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചു. ഒത്തിരി ആൾക്കാരുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് കേട്ടോ ഈ ഒരു പരിപാടിയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. അങ്ങനെ നമ്മളുടെ നഴ്സിംഗ് ജീവിതത്തിലേക്ക് വേറൊരു നല്ല മെമ്മറിയും കൂടെ തന്നുകൊണ്ട് ഈ ഒരു ഡേ ഇവിടെ അവസാനിക്കുന്നു.